സുഹൃത്തുക്കളെ, ഇതാണ് ചേകാടി എന്ന ഗ്രാമം. ഇവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ ആദ്യം ഫോറസ്റ്റിലൂടെ കുറച്ച് ഓടി, പിന്നെ ഒരു ചെറിയ കുഗ്രാമമുണ്ട്. അവിടെ ഈ കന്നുകാലി വളർത്തലാണ്. നല്ല പാല് കിട്ടും ഇവിടെ, കൃത്രിമല്ലാത്ത പാക്കറ്റ് പാലല്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കൃഷിയൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും കുറേ ഓടിക്കഴിഞ്ഞാൽ കാട് ഭാഗമാണ് കുറേ. പിന്നെ വരുന്നതാണ് ഈ കാടിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ചേകാടി. ഈ ചേകാടിയിൽ കൂടെയാണ് നമ്മളെ കബനി വരുന്നത്. നമ്മളെ കാവേരി നദിയുടെ മെയിൻ ഒരു സ്രോതസ്സ് ഈ വെള്ളമാണ് സുഹൃത്തുക്കളെ. പക്ഷേ കബനിയിലുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, എല്ലാ വെള്ളത്തിലും ഈ ടൂറൊക്കെ പോകുമ്പോൾ കുട്ടികളെ ഇറങ്ങും, വെറുതെ വെള്ളം കാണുമ്പോൾ ഇറങ്ങും. അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ഇതിൽ മുതലുണ്ടായത്. ഈ മുതലാറുന്ന സംഭവം നിങ്ങൾ ചാനലിലൊക്കെ കണ്ടാവും, വളരെ അപകടകാരിയാണ്. അപ്പോൾ ചിലപ്പോൾ അധ്യാപകരും ഒന്നും തന്നെ ഇതങ്ങനെ ശ്രദ്ധിക്കില്ല. ഇത് നല്ല വെള്ളം ഉണ്ടാവും ഇതിൽ. വർഷക്കാലത്തൊക്കെ നല്ല കുത്തൊഴുക്കുള്ളൊരു പുഴയാണ് ഈ കബനി. ഇതിൻ്റെ അപ്പുറമാണ് ബാവലി. ഈ കാടിൻ്റെ നടുവിൽ അകപ്പെട്ട ഒരു ഏരിയയാണ്. ഇതിൽ ഇഷ്ടംപോലെ കൃഷിസ്ഥലങ്ങളുണ്ട്. എന്നാൽ ചുറ്റുഭാഗത്തും അതേപോലെ കാടാണ്. നമ്മൾ പുലർച്ചയ്ക്ക് എണീറ്റ് വരുമ്പോൾ ഇതിലൊക്കെ രാവിലെയൊക്കെ ഇതിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ രാവിലെ പോന്നപ്പോൾ ശരിക്ക് എൻ്റെ അടുത്ത് ഒരാളുണ്ടെങ്കിൽ കാണൂല, അങ്ങനത്തെ മൂടലാണ്. ഒരു കോട മൂടൽ അങ്ങനെയാണ് കാണുന്നത്, കോട പോലെ. എന്നാൽ കോട അല്ലേനും മഞ്ഞും അല്ലാത്തൊരു രൂപത്തിലാണ് കാണാൻ പറ്റിയത് എനിക്ക്. ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ നമ്മളുടെ ജയേട്ടനൊരു ആദരവ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കൃഷി, പലതരം കൃഷികളും അതുപോലെ നാച്ചുറലായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ജയേട്ടൻ. അദ്ദേഹത്തിനൊരു ആദരവ് കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്ന് ഇവിടെ. അപ്പോൾ ഈ ചുറ്റിൽ കാണുന്നതാണ് ചേകാടി ഗ്രാമം. ഭയങ്കര രസമാണ് ഇവിടെ നമുക്ക് വന്ന് കാണാൻ. പ്രകൃതിയും മണ്ണും മനുഷ്യനും അതിനോട് ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അത്രയും നല്ല രസകരമായിട്ടുള്ളൊരു ലൊക്കേഷനാണിത്. അധികം വീടുകളില്ല, ആദിവാസികളാണ് ഇവിടെ കൂടുതലുള്ളത്. പക്ഷേ ഈ മൃഗങ്ങളുടെ ഇടയിൽ എങ്ങനെ ഇവർ കൃഷി ചെയ്തു പോകും. നല്ലോണം ആനുള്ളൊരു ഏരിയയാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കൃഷി പഠിക്കാനുള്ളൊരു താല്പര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്നത്. കൂട്ടത്തിൽ അദ്ദേഹത്തിനുള്ളൊരു ആദരവ് കൈമാറ്റം ഉണ്ടെന്ന് ഇവിടെ. ഇവിടേക്ക് ബസ് കിട്ടില്ല, എപ്പോഴെങ്കിലും ഒരു ബസ്സേ വരുള്ളൂ. ഓട്ടോറിക്ഷയൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും, വളരെ അപൂർവമായിട്ട്.